എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ മെഷ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഷ് അനാലിസിസ് അതുപോലെ തന്നെ നോഡ് വോൾട്ടേജ് അനാലിസിസ്, ഇതാണ് രണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അനാലിസിസ് ടെക്നിക്സ്. ഓക്കെ, സോ നമ്മൾ നെറ്റ്വർക്ക് തിയറി പഠിക്കുമ്പോൾ നമുക്ക് മെഷ് അനാലിസിസ് അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് അനാലിസിസിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു അനാലിസിസ് ഡെഫിനറ്റ്ലി കോൺഫിഡൻ്റ് ആയിരിക്കണം. നെറ്റ്വർക്ക് അനുസരിച്ച് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചൂസ് ചെയ്യാൻ പറ്റും. എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ടെക്നിക് യൂസ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ ഒന്നെങ്കിൽ മെഷ് അനാലിസിസ് തറവായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് അനാലിസിസിന്റെ കോൺസെപ്റ്റ് തറവായിട്ട് പഠിക്കുക. സോ ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ മെഷ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നോഡ് വോൾട്ടേജ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മെഷ് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മെഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൂപ്പ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ഇന്നർ ലൂപ്സ്. ಅಂದರೆ ഒരു നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇന്നർ ലൂപ്സ് ഇല്ലാത്ത ലൂപ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മെഷ് ആയിട്ട് മെഷ് 1, മെഷ് 2, മെഷ് 3 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് എടുത്തിട്ട് നമുക്ക് മെഷ് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മെഷ് അനാലിസിസിന്റെ കേസിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് മെഷ് അനാലിസിസ്. ഇതിനകത്ത് 3 ടൈപ്പ് നെറ്റ്വർക്ക് മാത്രമേ വരത്തുള്ളൂ. 3 ടൈപ്പ്, അതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും വരുന്ന 3 ടൈപ്പ് നെറ്റ്വർക്ക് വരത്തുള്ളൂ. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് നെറ്റ്വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് സോഴ്സ് ഇല്ലാത്ത നെറ്റ്വർക്ക് ആണ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് വിത്തൗട്ട് എനി കറണ്ട് സോഴ്സ്. സോ ഞാനൊരു സിമ്പിൾ DC നെറ്റ്വർക്ക് വരയ്ക്കാം. സോ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, റെസിസ്റ്റർ, ഒരു സിമ്പിൾ നെറ്റ്വർക്ക്. Okay, so ഒരു resistance value കൊടുക്കാം. Say this is 5, this is 5, this is 10, 20, say this is 15 ohms. Okay, so എല്ലാം ഓംസിലാണ്. 15 ohms, 10 ohms, 20 ohms, and this voltage source is 50 volt. Okay, so I'll just put one more source here. This is 20 volt. Say this 20 volt. Okay, so this is a simple network. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് is to identify the mesh. മെഷ് അനാലിസിസിന്റെ ഏത് പ്രോബ്ലം കിട്ടിയാലും, ഞാൻ 3 ടൈപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 കിട്ടിയാലും ഫസ്റ്റ് മെഷ് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് assume currents and assume mesh currents in clockwise direction. Okay, so clockwise direction അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യും, അനാലിസിസ് കോംപ്ലിക്കേറ്റഡ് ആവും. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വോൾട്ടേജ് സോഴ്സിനെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബ്ലൈൻഡ്ലി നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്യുക. സോ ഇതിനകത്ത് എത്ര മെഷ് ഉണ്ട്? ഇതൊരു മെഷാണ്, ക്ലോസ്ഡ് പാത്ത് ഉണ്ട്, മെഷ് 1. അത് ഇവിടെ കറണ്ട്, ഞാൻ ഒരു കറണ്ട് അസ്യൂം, ഈ മെഷിൽ ഒരു കറണ്ട് അസ്യൂം ചെയ്യുന്നു, I1. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന I1 ഈ പാത്തിൽ കൂടാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സിമിലർലി ഇവിടെ ഒരു മെഷ് ഉണ്ടല്ലോ, ഇതൊരു മെഷ്, ഇതൊരു ക്ലോസ് പാത്ത് ആണ്, അതിനകത്ത് വേറെ പാത്ത് ഒന്നുമില്ല. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് മെഷ് കറണ്ട് I2. ഓക്കെ, സിമിലർലി ഇവിടെ ഒരു മെഷ് ഉണ്ട്. സോ ആ മെഷ് ഞാൻ എടുത്തു, ദിസ് ഈസ് I3. അന്നേരം I1 ഫ്ലോ ചെയ്യുന്ന ഇതിലേക്കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വരും, I2 ഫ്ലോ ചെയ്യുന്ന ഇതിലേക്കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യും, I3 അതുപോലെ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യും. ഇതാണ് നമ്മുടെ 3 മെഷ്, അതും മെഷ് കറണ്ട്സ് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനിയും സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇക്വേഷൻ എഴുതണം. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു റൈറ്റ് ദ KVL, റൈറ്റ് ഇക്വേഷൻ. ഓക്കെ, സോ റൈറ്റ് ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ് ഇതിനകത്ത് എഴുതാൻ വേണ്ടി. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് സിഗ്മ V, ദാറ്റ് ഈസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു സിഗ്മ IR. ഓക്കെ, സിഗ്മ V ഈസ് ഈക്വൽ ടു സിഗ്മ IR. സോ അതിൽ സിഗ്മ V ഫസ്റ്റ് മെഷ് 1ൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. മെഷ് 1, ഓക്കെ, മെഷ് 1ൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. മെഷ് 1ൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? I1 ആണ് അതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. അതിൽ I1 നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ബാക്കി കറണ്ട്സ് എല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ വീണ്ടും പറയാണ്, കറണ്ട്സ് എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേ അസ്യൂം ചെയ്യാവൂ. വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യാതെ തന്നെ ചെയ്യണം. കറണ്ട്സ് എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അസ്യൂം ചെയ്യാം. സോ മെഷ് 1, ഓക്കെ, സോ മെഷ് 1 I1 ആണ്. സോ ഇനി മെഷ് 1ൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ സിഗ്മ V, ഇതിനകത്ത് ഏതൊക്കെ വോൾട്ടേജ് ആണുള്ളത്? ഇതിനകത്ത് ഈ 50 വോൾട്ട് സോഴ്സ് മാത്രമേ ഉള്ളൂ.
നമ്മൾ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. ക്ലോക്ക് വൈസ് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലായിട്ടാണ് പോകുന്നത്. പോസിറ്റീവിലാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്ന്, ഈ സോഴ്സ് ഇതല്ലേ, നമ്മുടെ സോഴ്സ് ഇതാണ്. സോഴ്സിനകത്ത് എങ്ങനെയാണ് പോകുന്നത്? സോഴ്സിനകത്ത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. അന്നേരം ഫൈനലി എവിടെ നിൽക്കുന്നു അതായിരിക്കും നമ്മുടെ സൈൻ. അന്നേരം സിഗ്മ ബി, വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് 50. സോ 50 ഈസ് ഈക്വൽ ടു, വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഈ മെഷീനിൽ ഇല്ലല്ലോ, 50 ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എടുക്കുന്ന മെഷിലെ കറണ്ട് I1 അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. I1 ഇൻറ്റു, ഇനി I1 ഏതൊക്കെ എലിമെന്റ്സ് കൂടെ ഫ്ലോ ചെയ്യുന്നത്? 5 ഫ്ലോ ചെയ്യുന്നുണ്ട്, 10 ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ 5 പ്ലസ് 10. ഓക്കെ, സോ I1 ഇൻറ്റു 5 പ്ലസ് 10, ഈ രണ്ട് റെസിസ്റ്റർ കൂടെ I1 ഫ്ലോ ചെയ്യുന്നുള്ളൂ. ദെൻ ബാക്കി കറണ്ട്സ് എല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സോ മൈനസ് I2 ഇൻറ്റു, I2 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്, I2 ഇതാണ്, I2 സോറി ഫസ്റ്റ് മെഷിൽ I2 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് 10 ohms ആണ്. സോ I2 ഇൻറ്റു 10. ഇനി അടുത്തത് മൈനസ് I3, എല്ലാ കറണ്ട്സും നമ്മൾ കൺസിഡർ ചെയ്യണം. I3 ഫസ്റ്റ് മെഷിൽ I3 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്, I3 is flowing through 5, I3 into 5. ഓക്കെ, സോ ഫസ്റ്റ് മെഷിൽ ഇക്വേഷൻ ആയി, ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് മെഷിൽ ഇക്വേഷൻ എഴുതാം. മെഷ് 2, മെഷ് 2ലെ പോസിറ്റീവ് കറണ്ട് ഏതാണ്? I2. ഓക്കെ, I2 is to be പോസിറ്റീവ്. അതായത് ഈ മെഷ് എടുക്കുമ്പം വോൾട്ടേജ് സോഴ്സ് ഇതാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ്, സിഗ്മ വി. അതായത് വോൾട്ടേജ് സോഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എവിടെ നിന്ന് എവിടോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, അന്നേരം -20. അതുകൊണ്ട് സൈൻ അവസാനം നമ്മൾ നിൽക്കുന്ന മൈനസിലാണ്. -20 ഈസ് ഈക്വൽ ടു I1 ഇതിനകത്ത് ഈ മെഷിനകത്ത് നെഗറ്റീവ് ആണ്. സോ മൈനസ് I1 ഇൻറ്റു, സെക്കൻഡ് മെഷ് എടുക്കുമ്പോൾ I1 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് 10 ohms. I1 10 ohms മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഇതിലെ കൂടെയാണ് I1 ഫ്ലോ ചെയ്യുന്നത്. അന്നേരം I1 ഈ സെക്കൻഡ് ലൂപ്പ് എടുക്കുമ്പോൾ I1 10 ohms കൂടെ മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. പ്ലസ് I2, ബിക്കോസ് നമ്മൾ സെക്കൻഡ് മെഷ് ആണ് എടുത്തേക്കുന്നത്, പ്ലസ് I2 ഇൻറ്റു, I2 ഇതിനകത്തൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെഷ് എടുക്കുമ്പോൾ 5, 20 and 10, 20 plus 10, 35. Again I3 സെക്കൻഡ് ലൂപ്പ് എടുക്കുമ്പോൾ I3 is negative, so minus I3 ഇൻറ്റു, സെക്കൻഡ് മെഷിനകത്ത് I3 എടുക്കുവാണെങ്കിൽ സെക്കൻഡ് മെഷിനകത്ത് I3 എവിടെ ഫ്ലോ ചെയ്യുന്നത്? 5 ohms കൂടെ ഫ്ലോ മാത്രം ഫ്ലോ ചെയ്യുന്നത്. സോ I3 ഇൻറ്റു 5. ഓക്കെ, സോ ഇനി തേർഡ് മെഷ് 3 ഇക്വേഷൻ. സോ മെഷ് 3 ഇക്വേഷൻ ഇവിടെ എഴുതാം. സോ മെഷ് 3യിൽ എടുക്കുവാണെങ്കിൽ മെഷ് 3യിൽ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ല. സോ ഇറ്റ് 0 is equal to, I1 നെഗറ്റീവ് ആണ്. സോ മൈനസ് I1 ഇൻറ്റു, മെഷ് 3യിൽ I1 ഫ്ലോ ചെയ്യുന്നത് 5 ohms. ഈ 5 ohms കൂടാണ് മെഷ് 3യിൽ I1 ഫ്ലോ ചെയ്യുന്നത്. സിമിലർലി I2 5ലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ മൈനസ് I2 ഇൻറ്റു 5 ആൻഡ് പ്ലസ് I3 ഇൻറ്റു, I3 ഫ്ലോ ചെയ്യുന്നത് 15 പ്ലസ് 5 പ്ലസ് 5, സോ 25. സോ നമ്മുടെ 3 ഇക്വേഷൻ ആയി. ഇതിനെ മെട്രിക്സ് ഫോമിലാക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് മെഷ് ഇക്വേഷൻ എഴുതുന്നത്. സോ സോൾവ് ചെയ്യണമെങ്കിൽ ഇതൊരു മെട്രിക്സ് ഫോമിൽ എഴുതാം. സോ ഞാൻ ഇവിടെ മെട്രിക്സ് ഫോമിൽ ഇവിടെ എഴുതാം. സോ 50 minus 20, 0 is equal to, ഫസ്റ്റില് 15 minus 10 minus 5, then second equation minus 10, 35 minus 5, third equation minus 5 minus 5, 25 into I1, I2, I3. So this is my equation. Now we can use Cramer's rule to solve this. Okay, so അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 50, 20, 0. So 50 minus 20, 0 is equal to this into I1, I2, I3. So values നമുക്ക് എടുത്ത് എഴുതാം. 15 minus 10 minus 5, 15 minus 10 minus 5, അതുപോലെ minus 10 35 minus 5, minus 10 35 minus 5, minus 5 minus 5 25, minus 5 minus 5 25. Okay, so ഇവിടെ നമുക്ക് Cramer's rule യൂസ് ചെയ്യാം. So I1 കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? So I1 is equal to delta 1 by delta. So that is what is delta 1? Determinant of I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ഫസ്റ്റ് കോളം ഈ വാല്യൂസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ അന്നേരം 50 minus 20, 0, minus 10 35 minus 5, minus 5 minus 5 25. ഈ രണ്ട് കോളവും സെയിം തന്നെയാണ്.
ഈ രണ്ട് കോളും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് കോളം എന്ത് ചെയ്തു? ഫസ്റ്റ് കോളം നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്ത് വെച്ച്? ഇത് വെച്ച് റീപ്ലേസ് ചെയ്തു. സോ അതിന് I1 കണ്ടുപിടി. ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. ഡെൽറ്റ is determinant of this matrix. That is 15 minus 10 minus 5 minus 10 35 minus 5 minus 5 minus 5 and 25. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് I1 കിട്ടും. I1 in amps. ഓക്കെ. ഇനി ഡെൽറ്റ 2 എന്ത് ചെയ്യണം? ഡെൽറ്റ 2 ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം അതേപോലെ തന്നെ വെച്ചിട്ട് ഈ സെക്കൻഡ് കോളം ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതേപോലെ I3 കണ്ടുപിടിക്കണം. തേർഡ് കോളം റീപ്ലേസ് ചെയ്തിട്ട് ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. സിമിലർലി I2 is equal to delta 2 by delta and I3 is equal to delta 3 by delta. Delta is same. So delta ഒരു വട്ടം കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ 1 കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യുക, ഡെൽറ്റ 2 കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യുക, ഡെൽറ്റ 3 കണ്ടുപിടിക്കുമ്പോൾ തേർഡ് കോളം റീപ്ലേസ് ചെയ്യുക. I1 I2 I3. സോ നമുക്ക് ഇതെല്ലാം കിട്ടി. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ മെഷ് അനാലിസിസ് വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഇനി എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും? എക്സാമിന് ചോദിക്കുന്നത് കറണ്ട് ത്രൂ ദിസ് 10 ohm റെസിസ്റ്റർ ആയിരിക്കും. 10 ohm റെസിസ്റ്റർ ഏതൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്? I1 ഫ്ലോ ചെയ്യുന്നുണ്ട്, I2 ഫ്ലോ ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറണ്ട് ഡയറക്ഷൻ അങ്ങ് അസ്യൂം ചെയ്യുക. കറണ്ട് ഡയറക്ഷൻ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് അങ്ങ് അസ്യൂം ചെയ്ത് നിൽക്കുക. അന്നേരം ഈ കറണ്ട് സേ I, ഈ I എന്തായിരിക്കും? താഴോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഈ ബ്രാഞ്ചിൽ താഴോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. അന്നേരം I1 മൈനസ് അതിനകത്ത് ഫ്ലോ ചെയ്യുന്ന അടുത്ത കറണ്ട് I2. രണ്ട് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യത്തുള്ളൂ. ഏത് നെറ്റ്വർക്ക് എടുത്താലും ഈ മെഷ് അനാലിസിസ് യൂസ് ചെയ്യുമ്പോൾ രണ്ട് കറണ്ട് ഒരു ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അന്നേരം ഇവിടെ നമ്മൾ I എടുത്തു. Iയുടെ ഡയറക്ഷൻ താഴോട്ടാണ് എടുത്തത്. താഴോട്ട് ഈ ബ്രാഞ്ചിൽ ഫ്ലോ ചെയ്യുന്നത് I1 ആണ്, മൈനസ് മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. സോ I1 മൈനസ് I2 ആണ് നമ്മുടെ I. ഓക്കെ. സോ ഇപ്പോൾ വോൾട്ടേജ് ആ ചോദിക്കുന്നെങ്കിൽ ഈ കറണ്ട് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി ദ വോൾട്ടേജ്. ഓക്കെ. സപ്പോസ് നമുക്ക് അസ്യൂം ചെയ്യാം, നമുക്കിപ്പം ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് വാല്യൂ, സോറി ഐ വിൽ ജസ്റ്റ് ഡു വൺ തിങ്. സോ ഇത് തന്നെ എടുക്കാം. വേറെ കളർ വെച്ചിട്ട് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രീൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു പൊളാരിറ്റിയാണ് അവർ ചോദിച്ചത്, മൈനസ് ആൻഡ് പ്ലസ്. ഈ ഒരു പൊളാരിറ്റി. അന്നേരം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡ്രോപ്പ് വരണമെങ്കിൽ, അതായത് ആ 15 ohmൽ പ്ലസ് ഇവിടെയും മൈനസ് ഇവിടെ വെച്ച് ഡ്രോപ്പ് വരണമെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കണം ഫ്ലോ ചെയ്യേണ്ടത്? കറണ്ട് ഓൾവേസ് നമുക്കറിയാം, കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതിന്റെ പ്ലസ് ഇവിടെ മൈനസ് ഇവിടെയാണ്. കറണ്ട് ഡയറക്ഷൻ എങ്ങനെ അസ്യൂം ചെയ്യണം? നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യണം. ഓക്കെ. സോ I ഡാഷ് എന്ന് എടുക്കാം. സോ I ഡാഷ് എന്താണ്? I ഡാഷ് ഇസ് ഈക്വൽ ടു, I ഡാഷിന്റെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ഏത് കറണ്ട് ആണ്? ഇവിടെ I3 മാത്രമേ ഉള്ളൂ. I3 റൈറ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, I ഡാഷ് ലെഫ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് I ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് I3. ഓക്കെ. സോ മൈനസ് I3 ഇൻറ്റു 15 ആയിരിക്കും അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. സോ ഇങ്ങനെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ കറണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ പവർ ചോദിക്കാം. പവർ ഇസ് I²R. ഇത് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സോ ഇത് വളരെ സിമ്പിൾ ആണ്. ഈ കോൺസെപ്റ്റ് മെഷ് അനാലിസിസ് പഠിക്കുക. സോ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മെഷ് അനാലിസിസിൽ തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് നോക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിൽ കറണ്ട് സോഴ്സ് കൂടെ ഉണ്ട്, അതേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. സോ ഞാൻ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് വരയ്ക്കാം. സിമ്പിൾ നെറ്റ്വർക്ക് വരച്ചു കഴിഞ്ഞാൽ സേ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ. സോ ഇത് 2 ആംപിയർ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ് 10 വോൾട്ട്. ഇത് 5 ohms, ഇത് 10 ohms, ഇത് 20 ohms. ഓക്കെ. സോ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ഇതിനകത്ത് എത്ര മെഷ് ഉണ്ട്? മെഷ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മെഷേ ഉള്ളൂ ഈ നെറ്റ്വർക്കിനകത്ത്. സോ മെഷ് 1, സോ ഇതിനകത്ത് I1 ആൻഡ് മെഷ് 2 ഇസ് I2. അതിനകത്ത് കറണ്ട്സ് അസ്യൂം ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് മെഷ് എടുക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷിനകത്ത് കറണ്ട് സോഴ്സ് ഒന്നുമില്ല. നമ്മൾ പഴയതുപോലെ തന്നെ ഇക്വേഷൻ എഴുതിയാൽ മതി. സിഗ്മ വി ഇസ് ഈക്വൽ ടു സിഗ്മ IR. ഓക്കെ. സോ സിഗ്മ വി ഇസ് ഈക്വൽ ടു സിഗ്മ IR. കാരണം നമ്മൾ പോകുന്ന എവിടുന്ന നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് സോഴ്സിൽ മൂവ് ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്. ഫൈനലി നമ്മൾ പോസിറ്റീവിലാണ് നിൽക്കുന്നത് സോഴ്സിനകത്ത്. അന്നേരം 10 ഇസ് ഈക്വൽ ടു പ്ലസ് 10 ഇസ് ഈക്വൽ ടു, ഇതിനകത്ത് എടുക്കുന്ന കറണ്ട് I1 പോസിറ്റീവ് ആണ്, കാരണം ഫസ്റ്റ് മെഷ് എടുക്കുന്നത്. ഈ മെഷിലെ കറണ്ട്, മെഷിനകത്തുള്ള കറണ്ട് I1 ആണ്. അകത്തുള്ള കറണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. സോ I1 ഇൻറ്റു I1 ഏതിനകത്തൊക്കെ ഫ്ലോ ചെയ്യുന്നത്? 5 ohms കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, 20. സോ 25. ഈ ബാക്കി കറണ്ട്സ് എല്ലാം നമ്മൾ എങ്ങനെ എടുക്കുന്നത്? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. മൈനസ് I2 ഇൻറ്റു ഫസ്റ്റ് മെഷ് എടുക്കുമ്പോൾ I2 ഇതിനകത്തോടെ ഫ്ലോ ചെയ്യുന്നത് 20-ലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. I2 ഇൻറ്റു 20. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ 2 കറണ്ട്സേ ഉള്ളൂ, അതിന് 2 എലിമെന്റ്സ് ഇവിടെ കാണത്തുള്ളൂ. സെക്കൻഡ് ലൂപ്പ് എടുക്കുമ്പോൾ അല്ലെ സെക്കൻഡ് മെഷ് എടുക്കുമ്പോൾ നമ്മൾ നോക്കിയറിയാം, ആ പാത്തിനകത്ത് ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ KVL എഴുതാൻ പറ്റത്തില്ല.
ഡയറക്ട്ലി എഴുതാൻ പറ്റും. ഈ കറണ്ട് സോഴ്സ് നോക്കിയാൽ കറണ്ട് സോഴ്സ് 2 ആംപിയർ ആണ്. ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ എന്നാണ് അവർ തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 ആണ് ഇതിനകത്ത്. ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന I2 എന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം I2ന്റെ ഡയറക്ഷനും കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ് അല്ലെ? സോ അന്നേരം I2 is equal to -2 ആംപിയർ. എന്തുകൊണ്ട് -2? This current is flowing opposite to the direction which we have assumed. Okay, so I2 is equal to -2 ampere. Okay, so please note, ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കറണ്ട് ഡയറക്ഷൻ വെച്ചിട്ട് മെഷ് കറണ്ട് അസ്യൂം ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് മെഷ് കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രമേ അസ്യൂം ചെയ്യാവൂ. ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രമേ അസ്യൂം ചെയ്യാവൂ. ഓക്കെ, സോ അന്നേരം വളരെ സിമ്പിൾ ആയിരിക്കും മെഷ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി. സോ ദീസ് ആർ ദ ടു ഇക്വേഷൻസ്. I2 -2 കിട്ടി. I2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ 10 is equal to I1 into 25 minus I2 into -2. So I2 is -2 into 20. So plus 40. Okay. So I1 is equal to I1 is equal to 10 minus 40 minus 30 by 25. So this is the amps. So this is the answer. So I1. Okay. So I1 I2 കിട്ടി കഴിഞ്ഞാൽ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. Clear? ഇനി അടുത്തത് തേർഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. സോ നെറ്റ്വർക്ക് തേർഡ് ടൈപ്പ്. സോ തേർഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്താണ്? സോ തേർഡ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനകത്ത് അവിടെയും ഒരു കറണ്ട് സോഴ്സ് ഉള്ള നെറ്റ്വർക്ക് ആണ്. തേർഡ് ടൈപ്പ് നെറ്റ്വർക്ക് കറണ്ട് സോഴ്സ് ഉള്ള നെറ്റ്വർക്ക് ആണ്. സോ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. സോ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. സേ ദിസ് ഈസ് 5 ohms, ദിസ് ഈസ് 10 ohms, സോ ദിസ് ഈസ് 20 volt, ദിസ് ഈസ് സേ 10 volt. ഓക്കെ, സോ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മെഷ് കറണ്ട്സ് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഞാൻ ഫസ്റ്റ് മെഷിൽ കറണ്ട് അസ്യൂം ചെയ്യുന്നു I1, സെക്കൻഡ് മെഷിൽ കറണ്ട് അസ്യൂം ചെയ്യുന്നു I2. ഓക്കെ, സോ ഇനി ഫസ്റ്റ് മെഷിൽ ഇക്വേഷൻ എഴുതണോ നോക്കിയപ്പോൾ എന്താ സംഭവം? ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് ദിസ് ഈസ് 2 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് സോഴ്സ് നമ്മൾ എടുക്കുന്ന മെഷിൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ KVL ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. ഓക്കെ, സെക്കൻഡ് മെഷ് എടുത്ത് ഇക്വേഷൻ എഴുതാൻ നോക്കുമ്പോഴോ അവിടെയും കറണ്ട് സോഴ്സ് ഉണ്ട്. ഈ കറണ്ട് സോഴ്സ് രണ്ട് മെഷിലും വരുന്നുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ നേരത്തെ പഠിച്ചു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ആ കറണ്ട് സോഴ്സ് ഉള്ള ബ്രാഞ്ചിലെ കറണ്ട് 2 ആംപിയർ ആയിരിക്കും. ഓക്കെ, സോ 2 ആംപിയർ മുകളിലോട്ടാണ് പോകുന്നത് അല്ലെ? അന്നേരം ഇതിനകത്ത് മുകളിലോട്ട് പോകുന്ന കറണ്ട് ഏതാണ്? I2. സോ I2 മൈനസ് അടുത്ത കറണ്ട് I1 is equal to 2 ആംപിയർ. നമ്മൾ I2 മൈനസ് I1 എന്ന് എടുത്തത് എന്താണ്? കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ നോക്കുക. കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. സോ I2 minus I1 is equal to 2 ampere. So 2 ampere. Okay, so that is the first equation, equation number 1. ഈ സെക്കൻഡ് ഇക്വേഷൻ ഒരു ഇക്വേഷനോട് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് മെഷ് ഉണ്ട് അല്ലെ? രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഇവിടെ സെക്കൻഡ് മെഷിലെ കറണ്ടൂടെ സെക്കൻഡ് മെഷിലെ കറണ്ടൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെ രണ്ട് മെഷിലെ കറണ്ട് കണ്ടുപിടിക്കണം. രണ്ട് അൺനോൺസ് ഉണ്ട്. ഓക്കെ, സോ അന്നേരം എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ എഴുതാനുള്ള വഴിയേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ എടുക്കുന്ന പാത്തിൽ രണ്ടിലും കറണ്ട് സോഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ KVL എഴുതാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്യും? നമ്മൾ സംതിങ് കോൾഡ് സൂപ്പർ മെഷ് അനാലിസിസ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് പോകും. എന്താണ് സൂപ്പർ മെഷ് അനാലിസിസ്? ഈ കറണ്ട് സോഴ്സ് കോമൺ ആയിട്ടുള്ള രണ്ട് മെഷ് കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതും. അതായത് കറണ്ട് സോഴ്സ് കോമൺ ആയിട്ടുള്ള രണ്ട് മെഷ് ഏതാണ്? ഈ മെഷ് 1 ആൻഡ് മെഷ് 2. അതായത് രണ്ട് മെഷേ ഉള്ളൂ. ആ രണ്ട് മെഷിലൂടെ കറണ്ട് സോഴ്സ് കോമൺ ആയിട്ടുള്ള രണ്ട് മെഷിലൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഷ്. ആ ഗ്രീൻ കളറാണ് നമ്മുടെ മെഷ്. ഓക്കെ, ഇതിനെ സൂപ്പർ മെഷ് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഷിൽ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് രണ്ട് മെഷ് കമ്പൈൻ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന നേരത്തെ ഇക്വേഷൻ എഴുതിയ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ആ പാത്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാത്ത് എടുക്കുമ്പം അതിനകത്ത് ഏതൊക്കെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്? 20 വോൾട്ടിന്റെ സോഴ്സ് ഉണ്ട്, 10 വോൾട്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിന് നമ്മൾ നോക്കിയ കറണ്ട് എങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുമ്പം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആണ്. അന്നേരം 20, അടുത്ത ഒരു സോഴ്സ് കൂടെ ഉണ്ട് 20 + 2 മൈനസ്, അന്നേരം -10 is equal to, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ മെഷ് എടുക്കുമ്പം ഈ കേസിൽ രണ്ട് കറണ്ട്സും ഈ മെഷിനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെഷിനകത്തുള്ള കറണ്ട്സ് പോസിറ്റീവായിട്ട് എടുക്കണം, മെഷിന് പുറത്തുള്ള കറണ്ട്സ് നെഗറ്റീവായിട്ട് എടുക്കണം. ഈ മെഷ് എടുക്കുവാണെങ്കിൽ രണ്ട് കറണ്ട്സ് മെഷിനകത്ത് വരും. അതിൽ ആ രണ്ട് കറണ്ട്സും പോസിറ്റീവായിട്ട് എടുക്കണം. സോ I1 ഏതിനകത്തൂടെയൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഈ മെഷ് എടുക്കുവാണെങ്കിൽ I1 ഫ്ലോ ചെയ്യുന്നത് 5 ohms കൂടെ മാത്രമേ ഉള്ളൂ. I1 ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടാണ് I1 ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് 5 ohms കൂടെ മാത്രമേ I1 ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ I1 × 5 പിന്നെ പ്ലസ് I2. എന്തുകൊണ്ടാണ് പ്ലസ് I2 എടുത്തത്? നമ്മൾ എടുത്ത മെഷ് ഇതാണ്, മെഷിനകത്താണ് ഈ രണ്ട് കറണ്ട്സും കിടക്കുന്നത്. അതുകൊണ്ട് പ്ലസ് I2 തന്നെ എടുക്കണം. സോ I2 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന I2ന്റെ പാത്ത് ഇതാണ്. I2ന്റെ പാത്ത് ഇതാണ്.
ഓക്കെ. സോ I2ന്റെ പാത്ത് ഇതാണ്. അന്നേരം I2 ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന 10 ohms കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇക്വേഷൻ എഴുതുന്ന പാത്തും കറണ്ടിന്റെ പാത്ത് ഇവിടെ ഡിഫറെന്റ് ആണ്. അത് ശ്രദ്ധിച്ചോണം. ഇക്വേഷൻ എഴുതുന്ന പാത്ത് ഔട്ടർ പാത്താണ്. സൂപ്പർ മെഷ് എന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. പക്ഷെ കറണ്ട് I1 എങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന 5 ohms കൂടെ ഫ്ലോ ചെയ്യും, കറണ്ട് സോഴ്സിൽ കൂടെ വന്ന് ഇങ്ങനെ വന്നു 20 വോൾട്ടിൽ കൂടെ വന്ന് ഇത് ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ I2 എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്? I2 ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇതുപോലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അന്നേരം I1 ഇക്വേഷൻ എഴുതുമ്പം I1 ഏതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് 5 ohms കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. I2 ഏതാ 10 ohms കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുന്നു. ഇതാണ് I1 into 5 plus I2 into 10. അന്നേരം നമുക്ക് രണ്ട് ഇക്വേഷൻ ആയല്ലോ. I2 minus I1. ഇത് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ആംപിയർ ആണോ? നമുക്കിപ്പം ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആംപിയർ ആണോ വോൾട്ടേജ് ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. സോ 2 ഇത് 20 minus 10 is 10. This is equal to I1ന്റെ കോഎഫിഷ്യൻസ് ഫസ്റ്റ് ഇക്വേഷനിൽ എന്താണ്? -1. I2ന്റെ എന്താണ്? 1. സെക്കൻഡ് ഇക്വേഷനിൽ I1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 5. I2ന്റെ 10 into I1 I2. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. Δ1 by delta and Δ2 by delta. സോ ഇതാണ് നമ്മുടെ സൂപ്പർ മെഷ് അനാലിസിസ്. ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് അനാലിസിസിലെ ഒരു 80% പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ മെഷ് അനാലിസിസ് മാത്രം പഠിച്ചാലും മതി. മെഷ് അനാലിസിസ് മാത്രം തറവായിട്ട് പഠിക്കുക. ഈ 3 ടൈപ്പ് നെറ്റ്വർക്കേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ അടുത്ത AC വരുമ്പോഴത്തേനും ഇൻഡക്ടറും കപ്പാസിറ്റർ വരും. J എന്ന് പറഞ്ഞ ടേം കൂടെ അഡീഷണൽ ആയിട്ട് വരും. അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി സെയിം തന്നെയാണ്. ഈ സെയിം കോൺസെപ്റ്റ് ഈ DC നെറ്റ്വർക്കിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഈ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്പ് നെറ്റ്വർക്കിൽ മെഷ് അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഈ വീഡിയോ തറവായിട്ട് പഠിക്കുക. കാരണം മെഷ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങോട്ടുള്ള അനാലിസിസുകളിൽ മെഷ് അനാലിസിസ് യൂസ് ചെയ്തായിരിക്കും മോസ്റ്റ്ലി പ്രോബ്ലം ചെയ്യുന്നത്. അതിനെ മെഷ് അനാലിസിസ് തറവായിട്ട് പഠിക്കുക. ഓക്കെ. സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നോഡ് വോൾട്ടേജ് അനാലിസിസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേരിയസ് തിയറംസിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ. സോ thank you very much for watching and see you in the next video.